ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ശരിക്കും ഇതൊരു വെൽക്കം ബാക്കാണ് ഗൈസ്. ഞാൻ ആദ്യം എന്തുവാ പഴയ ലെറ്റ്സ് പ്ലേ പോയി ഗൈസ്. കാര്യമൊക്കെ പറഞ്ഞുതരാം, ഈ എപ്പിസോഡിൽ തന്നെ പറഞ്ഞുതരാം. ഇങ്ങനെ രണ്ടാമത്തെ ലെറ്റ്സ് പ്ലേയുടെ ഒരു വീഡിയോ ആണ്, കം ബാക്ക് എപ്പിസോഡാണ്. 2K26 സ്റ്റാർട്ടിങ് ലെറ്റ്സ് പ്ലേ സീരീസാണ്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. ആൻഡ് ഞാൻ കളിക്കാൻ പോകുന്നത് സ്റ്റാർട്ടഡ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു. സംഭവം ഞാനൊരു കോർഡിനേറ്റ് എഴുതിയെടുത്തതാണ്. എന്ന് വെച്ചാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കിട്ടിയൊരു കോർഡിനേറ്റാണ്. അത് 4 വർഷം മുമ്പുള്ളതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പോയി നോക്കിയതാണ്. ഞാൻ ഈ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ക്രിയേറ്റ് ചെയ്ത വേൾഡൊരു നോർമൽ ഒരു പ്ലാറ്റ്ഫോം, സാധാരണ ഒരു വേൾഡാണ്. അടുത്ത് വില്ലേജ് ഉണ്ടായതുകൊണ്ടാണ് ആ CD എടുത്തത്. പക്ഷേ ഈ വെർഷനിൽ അത് വർക്കാകത്തില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പം ഇവിടെ മഞ്ഞ സ്ഥലമാണ്. എന്തായാലും ഇവിടെ നോക്കാം, ഇവിടെ തന്നെ കഴിയാൻ നോക്കാം. ഇതിനടുത്ത് ഒരു അച്ഛൻ ബിയറുണ്ടാകും. നമുക്ക് ഇല്ല, കോപ്പറൊക്കെ കാണുന്നുണ്ട്. ഇവിടെ അയം കാണാൻ നല്ല സാധ്യതയുണ്ട്. അപ്പുറത്ത് മറിച്ച് മഞ്ഞുമലയാണ്, അങ്ങനൊന്നും ഇല്ല. അതായത് പിന്നെ പിന്നെ ഞാൻ സ്വന്തമായിട്ടൊരു ചാലഞ്ച് ഉണ്ട്. സ്വന്തമായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ATJ ഇല്ലേ, ATJ എന്തുവാ പുള്ളിയുടെ ഫുൾ നെയിം, അരുൺ റേസ് ഗെയിമിങ് അങ്ങനെ എന്തോ ഇല്ലേ. പുള്ളിയുടെ ഒരു ഇത് പുള്ളി എന്തുവാ ഒരു കുറേ നാൾക്ക് മുമ്പുള്ള ഒരു ഹാർഡ് കോറിനകത്ത്, ഞാൻ കുറേ നാൾക്ക് മുമ്പ് ഹാർഡ് കോർ ഉണ്ടായിരുന്നു. അതിനകത്ത് മറ്റേ ഒച്ചിൻ്റെ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്തുവായിരുന്നു, ആ ഒരു ഹാർഡ് കോറിൽ പുള്ളി ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. ഓരോ 3 എപ്പിസോഡ് കഴിയുമ്പോൾ വുഡ്, സ്റ്റോൺ, അയൺ, ഡയമണ്ട്, നെതറൈറ്റ് ഉണ്ടാകുന്നുണ്ട്. എൻ്റെ കാര്യത്തിൽ നെതറൈറ്റ് ഇല്ല, ഡയമണ്ട് വരെയുള്ള ടൂൾസൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ ഈ എപ്പിസോഡ്, അതിൻ്റെ അടുത്ത എപ്പിസോഡ് വുഡ് ഐറ്റംസും, അതിൻ്റെ പിന്നുള്ളത് 3 എപ്പിസോഡ് സ്റ്റോണും അങ്ങനെ ആയിരിക്കും. ഇതൊന്നും ഇത് കാണുന്നില്ലല്ലോ. എന്തുവാ അതെ ഷീപ്പ് ഞാൻ ഇത് കാണുന്നില്ലെന്ന് പറഞ്ഞ ഷീപ്പിനെ കൊല്ലാം. ഓക്കെ ഷീപ്പ് ഓക്കെ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേ നിർത്താനുള്ള മെയിൻ റീസൺ ഞാനിപ്പോൾ പറയാം. കഴിഞ്ഞ ലെറ്റ്സ് പ്ലേ നിർത്താൻ കാരണം ഈ ഇടയ്ക്കൊരു അപ്ഡേറ്റ് വന്ന് 1.21.3 ആ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ് ഇപ്പോൾ എത്ര വേറെന്തോ പുതിയൊരു വെർഷൻ ഇറങ്ങി. വെർഷൻ ഇതൂടെ എന്താ ഇത് പശുവാണ്, എന്താണ് ഇങ്ങനെ. അപ്പം ഞാൻ അറിയാണ്ട്, ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് മൈൻക്രാഫ്റ്റിൻ്റെ ഒറിജിനൽ വെർഷൻ ഉണ്ടല്ലോ നമ്മുടെ, അതായത് മൈൻക്രാഫ്റ്റ് പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു സെറ്റപ്പ്, അതിപ്പോഴാണ് തുടങ്ങിയത്. ഇത്രയും നാൾ ഞാൻ ഒരു മൈൻക്രാഫ്റ്റിൻ്റെ ഒരു പാച്ച് വെർഷനാണ് കളിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് പാച്ച് കളിക്കുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ മൈൻക്രാഫ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു സംഭവം ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അത് കാരണം ഇങ്ങനത്തെ ബീറ്റ വെർഷൻ്റെ പരിപാടിയൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ അറിയാണ്ട് ബീറ്റ വെർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്തു. അതുകൊണ്ട് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അറിയാവുന്നവരോടൊക്കെ ചോദിച്ചു, നമ്മുടെ ബണ്ണിയോടൊക്കെ ചോദിച്ച്. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഇത് ഭയങ്കര പണിയുള്ള കാര്യമാണ്, ഒരു കാര്യമില്ല. പിന്നെ ഞാൻ വിചാരിച്ച് പഴയ ഡിസ്പ്ലേ പോട്ടെന്നങ്ങ് വിചാരിച്ച് ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് ഞാൻ വേൾഡ് പുതിയത് തുടങ്ങി. അതാണിത്, സീസൺ 2. അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്താൽ മതി, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, സപ്പോർട്ട് ചെയ്താൽ മതി. കുറേ നേരമായിട്ട് ഞാൻ തപ്പുന്നൊരു ഷീപ്പ്. അപ്പോൾ ഗൈസ് എൻ്റെ ചാലഞ്ചും പരിപാടിയൊക്കെ ഓക്കെയാണ്. ഇതോട്ടിരിക്കട്ടെ പോട്ടെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് പറയാനുണ്ടെങ്കിൽ അതൊന്ന് പറയുക. ഇവിടെ നിന്നില്ല രക്ഷപ്പെട്ടാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ മറ്റേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ 2 ബ്ലാക്കും പിന്നെ ഈ ഒരു ഗ്രേ ഇല്ലേ, ഇത് ഗ്രേ മാത്രമേ ഉള്ളൂ.
അപ്പോൾ 3 ബ്ലാക്കാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എങ്ങോട്ടെങ്കിലും ഫ്ലവർ ഉണ്ടോയെന്ന് നോക്കി കഴിഞ്ഞാൽ മഞ്ഞുള്ള സ്ഥലത്ത് ഫ്ലവർ വരാറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു നോളജ്. ചാവ് 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 പണ്ടാറേ ചാവ് 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 ക്ഷേത്രമുണ്ട്. ഇനി നമുക്ക് കളർ ഒന്നെങ്കിൽ ഡൈ വേണം, ഇല്ലെങ്കിലും ഡൈ വേണം, ഇല്ലെങ്കിൽ ഒരു ഷീപ്പ് വേണം, ബ്ലാക്ക് ഷീപ്പ് വേണം. ബ്ലാക്ക് ഷീപ്പ് എവിടെ കേട്ടിട്ടുണ്ടല്ലോ ഈ പാട്ട്. അപ്പോൾ ഗൈസ് ഇതുവരെയായിട്ട് നിങ്ങൾ സബ് ചെയ്തില്ലേ, സബ് ചെയ്യുക. ഒരു ബോട്ട് ഉണ്ടാക്കി അങ്ങ് പോയാലേ, അതെ പോയിട്ട് ബോട്ട് ഉണ്ടാക്കിയിട്ട് പോകാം. കയ്യിൽ ഇത്ര മുട്ടുണ്ടായിട്ട് എന്നാലും കൊണ്ടുപോയി നിൽക്ക് കുറച്ച് സാപ്ലിങ്ങും കൂടെ കൊണ്ടുപോകും. വേറെ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ സെറ്റിൽമെൻറ്റ് ആവും എന്ന് വെച്ചാൽ അവിടെ അതെ സ്നോ മോദം വീണാൽ എന്താ സാപ്ലിംഗ് ഒന്നും കിട്ടാത്ത 4 സാപ്ലിങ് ഞാൻ സാപ്ലിങ് ഒക്കെ കിട്ടിപ്പോയാൽ ഇതാരാ? ഞാൻ പേടിച്ചു. അത് തന്നെ 4 സാപ്ലിങ് എടുത്തിട്ട് ഇപ്പോരാ ഗൈസ്. അപ്പോൾ നമ്മൾ സാപ്ലിങ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കാം. ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വെക്കുന്നു, അടിക്കുന്നു. ഞാൻ സ്ഥിരം ഇടാറുള്ള മോഡിടാൻ മറന്നുപോയി. ഈ വെള്ളിൽ ഇപ്പം ഇടുന്നില്ല, എന്തായാലും ഇടും, എനിക്കത് വേണം. എനിക്കൊരു മിനിറ്റ് കുറച്ച് ടൂൾസൊക്കെ ആകാം. ഞാൻ പറഞ്ഞ പോലെ സ്റ്റോണിൻ്റെ സോഡ് കുറച്ച് ബുദ്ധിമുട്ടാണ് കളിക്കാൻ, എന്നാലും നമ്മളാ ഒരു നമുക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആയിട്ട് ചെയ്യണ്ടേ, നമ്മളെപ്പോഴും ഒരേപോലെ ചിന്തിച്ചാൽ മതിയാ, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഐഡിയ ഞാൻ ATJ നിന്ന് അടിച്ചു മാറ്റിയത്. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് നോർമലായിട്ട് ഇവിടെ നിറച്ച് സ്റ്റോൺ ടൂൾസിലോട്ടൊക്കെ മാറാം. നമുക്കൊരിത് ഒരു പ്രത്യേക രസമാണ് അങ്ങനെ, മനസ്സിലായോ? ഇവിടുന്ന് പോകണ്ട, അപ്പുറത്തുനിന്ന് പോകാം. മാത്രമല്ല എനിക്ക് വിശക്കുന്നുണ്ട് ഗൈസ്. ഈ മഞ്ഞത്ത് കിടന്ന് വിശന്നിയാണെന്ന് തോന്നുന്നു എൻ്റെ വിധി. ഇപ്പോൾ ഉള്ളതും പോയി 3 നൈറ്റും ആവുന്നു. ഞാൻ ഫുഡ് കഴിക്കട്ടെ. കയ്യിൽ ചിരിയുണ്ട്. ഇത് വേവിച്ച് കഴിക്കുമ്പോൾ അതെ വേവിച്ച് കഴിക്കാം എന്നുവെച്ചാൽ ഞാൻ ടൂൾസ് മാത്രമേ എന്താ പറയുന്നത്, ടൂൾസ് മാത്രമേ ആകാതിരിക്കത്തുള്ളൂ. അല്ലാതെ ഫർണസൊക്കെ എനിക്ക് ഉണ്ടാക്കാം. ഫർണസൊക്കെ ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ അയണൊന്നും പൊട്ടിക്കാൻ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. അയണൊന്നും പൊട്ടിക്കാൻ പറ്റത്തില്ല, അത് ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമാണ്. അയണ് അമ്മാരി പരിപാടിയൊന്നും ഇന്നത്തെ നടക്കത്തില്ല. ഹോളുണ്ട്, ഇത് പൊടിക്കാൻ പറ്റില്ല. ഓക്കെ പൊട്ടിക്ക് ഓക്കെ ഇതൊക്കെ മതി തോന്നുന്നു. വൂള് കറക്റ്റായിട്ട് കിട്ടിയിരുന്നെങ്കിൽ വൂളെല്ലാം ആയി. പക്ഷേ എന്തുവാ ഇനിയും വേണം. ഓക്കെ ഇത്ര മതി. വൂളെല്ലാം ആയി. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒന്ന് കളർ വേറെ, അതാണ് ഇച്ചിരി സീൻ. പഴയ വെർഷനൊക്കെ ആണെങ്കിൽ കളറിന് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ ക്യാമ്പ് അടിച്ചിരിക്കുക. ന്യൂസൊക്കെ വരുവാണ് എന്ത് ചെയ്യും, അതായത് പൊളിച്ചാമാനം പോലെ എല്ലാ വാരല്ലേ കണ്ടില്ലെന്ന് തോന്നുന്നു. കഴിക്കാം ഇല്ല അല്ലെങ്കിൽ അയറച്ച് ചാപ്പിട്ടിട്ട് പോവാം. പെട്ടെന്ന് പുറത്തുനിന്ന് വന്ന് പൊട്ടല്ലേ ക്രീപ്പർ. ഓക്കെ ഫുഡൊക്കെ ഷിറ്റായിട്ടുണ്ട്. നമ്മൾ തൊണ്ടക്ക് ചെറിയൊരു അടപ്പുണ്ട്. തൊണ്ടടപ്പുണ്ട്, തൊണ്ടക്ക് ചെറിയ അടപ്പുണ്ട്. ചാട് ചാടാൻ പറ്റൂല. ബോട്ട് എടുക്കണ്ട, ചാടി നോക്കാം. വേണ്ട. അയ്യോ കണ്ടില്ല മുത്തേ. എയിം ചെയ്ത് കഴിച്ച് കറക്റ്റായിട്ട് നാളെ അടിച്ച് കൊല്ലല്ലേ കേറ
ആ കയറിയെന്ന് അറിഞ്ഞില്ല, ലാഗ് അടിച്ചു പെട്ടെന്ന്. ഇതെന്തോന്നടാ ബോട്ട്. ഓ ഇത് കുറച്ച് ടാസ്ക്കാണ്. ഞാനിതൊക്കെ ഒരു വല്ല സ്ഥലത്ത് എത്തുവാണെങ്കിൽ അപ്പം അവിടെ വെച്ച് കാണാം. നമ്മളങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് 300 ബ്ലോക്ക് പോയി. നമുക്കൊന്നും പ്രത്യേകിച്ച് കിട്ടിയില്ല. ബട്ട് ഒരു ഷിപ്പ് കിട്ടി. ഈ ഷിപ്പിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാകും നോക്കാം. മറ്റേ ട്രഷർ മാപ്പ് ഉണ്ടാകും കുറച്ചും കൂടെ ലാഭിഷമായി. പക്ഷേ ഞാനൊരു പ്ലേസ് കണ്ടിട്ടില്ല. അതാണ് ഇച്ചിരി ഡാർക്ക്. പോട്ട് ഞാനിത് ഇങ്ങനെ ഓടിക്കുന്നു മണ്ടേ. മേളോട്ട് കയറണ്ടേ? ശ്വാസം മുട്ടി മരിച്ചു കയറോട്ടത്. മിക്കവാറും വീഡിയോക്കൊന്നും കാണിക്കാൻ പറ്റില്ല. ഒരു മിനിറ്റ് താമസിക്കുന്നു. ഇറങ്ങി ബ്ലോക്കൊക്കെ പറ്റും. ഇല്ലില്ല, ഞാൻ തന്നതിലൊരു പിക്ക് ഇട്ടിട്ട് ഇതേ ഉള്ളു ഇനി കാണിക്കാൻ ചിലപ്പോൾ. അതുകൊണ്ട് ഞാൻ പിക്ക് ഇട്ടിട്ട് ഇപ്പോൾ വരാം. ദിവസം നമ്മൾ അതൊക്കെ നോക്കിയിട്ടുണ്ട്, എല്ലാം സെറ്റാണ്. ഒന്നും ആണല്ലോ പെട്ടെന്ന് ശ്വാസം എടുക്കണം. ഓക്കെ, ശ്വാസം എടുത്ത് ഡോറിൻ്റെ അകത്താണ്. അതെ ഡോറിൻ്റെ അകത്ത് മാപ്പുണ്ട്. ട്രഷർ മാപ്പുണ്ട്. ട്രഷർ മാപ്പ് അപ്പോൾ അയ്യോ ഒരെണ്ണം കൂടെ കാണാം എനിക്ക്. ഇവിടെ ഒന്നും കാണാം. ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ഒരെണ്ണേ ഉള്ളത് കൊണ്ടുപോകും. ഓക്കെ, ചാടാന്ന് വിചാരിച്ചു. നോക്കാണ്ടിരിക്കട്ടെ, കുഴപ്പമില്ല. പിന്നെ യാത്രയിലേക്ക് ഇത് ഭയങ്കര ടാസ്കുള്ള പരിപാടിയാണ്. ഞാൻ എത്ര നടന്നിട്ടും നടക്കുന്നില്ല. ഇതൊന്ന് പൊടിച്ചേക്കാം. അയ്യോ, ഓ കയറിയിരുന്നു. ഒരു സ്ലൈഡ്, ഒരു വലിയ സ്ലൈഡ്. ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ സ്ക്രീൻ എന്തോ ഒരു പ്രശ്നമുണ്ട്. വേണ്ട, ഒരു കാര്യമില്ലാണ്ട് വളയുന്നു. വെള്ളത്തി മുട്ടിയാന്ന് പറഞ്ഞാൽ തിരിച്ച് കയറ്റണം. അതാണ് മുട്ടി ഇനി നോക്കുക. മുട്ടിയില്ല കേട്ടോ, എന്തോ ഒരു കുഴപ്പമുണ്ട്. അത് ഇത് മറ്റേ ജീവിയല്ലേ, മറ്റേ ഒരു പേരുകൊണ്ട് പോയി. ഇത് കൊല്ലാൻ പറ്റുമോ? വേണ്ട, കൊല്ലണ്ട. പാവം, കുഴപ്പമില്ല. ഇവിടെയൊക്കെ കിടക്കട്ടെ. ഇവിടെ അവിടെ നിന്നാൽ മതിയായിരുന്നു. ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. കുറേ കൊണയടി, പിന്നെ എന്തുവാ
ചലഞ്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീടൊന്നും ഉണ്ടാക്കും. ഞാനൊന്ന് മഞ്ഞൊന്നും ഇല്ലാത്ത നോർമൽ ഒരു പ്ലെയിൻസ് ഞാൻ തപ്പട്ടെ. തപ്പിക്കഴിഞ്ഞ് നമുക്ക് വീടുണ്ടാക്കുന്ന പരിപാടിയും ബേസിലെ പ്രത്യേകത ഓരോ സാധനങ്ങളും എല്ലാം സെറ്റാക്കണം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.